ഇടത് സർക്കാരിന്റെ രണ്ടാം വട്ട ഭരണമല്ല പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വളരെ നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും അതിന്റെ തുടർ നീക്കങ്ങളും ഇനി തെരഞ്ഞെടുപ്പ് വരികയാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ ഇതാ കേരളം കണ്ടുകൊണ്ടിരിക്കുക. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പൊൻതൂവലുകൾ എന്ന് പറഞ്ഞാലും ആ വാക്കുകൾ അതൊരു കുറവായി തന്നെ അവിടെ. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സുപ്രധാന നേട്ടമാണ് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ ഇടത് മുന്നണി ഉറപ്പു നൽകിയ വികസന പ്രവർത്തനങ്ങൾ. അത് ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ ഗ്ലോബൽ സമ്മിറ്റ് നടത്തിയപ്പോൾ പ്രതിപക്ഷം വയറു നിറയെ കളിയാക്കിയിരുന്നു, ഇത് ഇവിടെ കേരളത്തിൽ ഇനി എന്ത് വികസനം കൊണ്ടുവരാനാണ്. ഇതാ സംസ്ഥാന വ്യവസായ വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരി സംഘടിപ്പിച്ച ഈ IKGS സമ്മിറ്റിൽ താല്പര്യപത്രം ഒപ്പുവെച്ച് നിക്ഷേപ പദ്ധതികളിൽ 100 പദ്ധതികൾ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ 36% പദ്ധതികൾ നിലവിൽ നിർമ്മാണ ഘട്ടത്തിന്റെ പല വേളകളിലാണ്. ഇതോടെ ഗ്ലോബൽ സമ്മിറ്റിലൂടെ മാത്രം കേരളത്തിൽ ഉറപ്പായത് 35,121 കോടി രൂപയുടെ നിക്ഷേപം. 1.5 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് ഈ നീക്കങ്ങളുടെ മറ്റൊരു നേട്ടം. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ ആപ്പാടെ മാറ്റുന്ന മെട്രോ റെയിൽ ഇതാ വരികയാണ്. മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകൾ തമ്പാനൂരും കൊച്ചുവേളിയും, പിന്നെ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ്, ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ. കഴക്കൂട്ടം ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർ എക്സ്ചേഞ്ച് സ്റ്റേഷനുകൾ. കൊച്ചി മെട്രോ ലിമിറ്റഡ് ആണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുക. അതിന്റെ DPR സർക്കാരിന് സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയ മെട്രോ റെയിൽ പദ്ധതി തലസ്ഥാനത്തിന്റെ ഗതാഗത വികസനത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന്റെ കൊണ്ടുവരുമെന്നതിന് ഒരു സംശയവുമില്ല. വ്യവസായ വകുപ്പ് ഒപ്പുവെച്ച ഈ ഗ്ലോബൽ സമ്മിറ്റിലെ 100 പദ്ധതികൾ നിർമ്മാണം തുടങ്ങുമ്പോൾ അത് കേരളത്തിന്റെ മറ്റൊരു അഭിമാന നേട്ടമാണ്. ഇതോടെ ഗ്ലോബൽ സമ്മിറ്റിൽ ഉറപ്പായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 35,000 കോടി രൂപയുടെ നിക്ഷേപം. അത് വെറുമൊരു വാഗ്ദാനമല്ല, ആ നിക്ഷേപം സംസ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ചകളിലൂടെ അംഗീകരിച്ചത്. അത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നു എന്നത് മറ്റൊരു നേട്ടമാണ്. തലസ്ഥാനത്തിന്റെ ഗതാഗത വികസനത്തിന് വിപ്ലവകരമായ മാറ്റമാകും അതുകൊണ്ട്. തലസ്ഥാനത്തിന് വേണ്ടത് മോണോ റെയിലാണോ ലൈറ്റ് മെട്രോയാണോ ഏതാണ് വേണ്ടതെന്ന് അറിയാനായിരുന്നു ഏവർക്കും ആകാംക്ഷ. അങ്ങനെ പഠനങ്ങൾ വ്യക്തമാക്കിയത് ഇത് രണ്ടും ഗുണകരമല്ലെന്നാണ്. അങ്ങനെയാണ് നേരെ കൊച്ചി മെട്രോ പോലെ തന്നെ ഇവിടെ ഒരു മെട്രോ മതി എന്ന് തീരുമാനിച്ചത്. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നിവിടങ്ങളിൽ മേൽപ്പാലങ്ങളുടെ പണിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മെട്രോയിൽ പദ്ധതി ഗതിവേഗം വളരെ തലസ്ഥാനത്തെ ജനങ്ങൾക്ക്, തലസ്ഥാനത്തേക്ക് വിവിധ ആവശ്യപ്പെടുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വളരെ എളുപ്പത്തിൽ പാപ്പനംകോട് മുതൽ കഴക്കൂട്ടം വരെ ബന്ധിപ്പിക്കുന്ന ഒന്നായി മാറുന്നതിൽ ഒരു സംശയമില്ല. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും നഗരത്തിലെ ഗതാഗത കുരുക്ക് വളരെ കുറയ്ക്കാനും ഒക്കെ തലസ്ഥാന നഗരത്തിന് സാധിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞ ആഗോള സമ്മിറ്റിൽ ഒപ്പുവെച്ച 449 നിക്ഷേപ പദ്ധതികളിൽ 100 പദ്ധതികൾ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യപത്രം ക്ഷണിച്ച് സർക്കാരിന് അംഗീകാരം നൽകിയിരുന്നു. അങ്ങനെയാണ് 100ാമത്തെ കമ്പനിയും ഇതാ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. 100 പദ്ധതികൾ ഈ സമയത്തുള്ളിൽ നിർമ്മാണം തുടങ്ങുന്നത് റെക്കോർഡ് വേഗതയാണെന്നാണ് വ്യവസായ മന്ത്രി P. രാജീവ് പറയുന്നത്. സംസ്ഥാനത്തെ ഇതുവരെയുള്ള നിക്ഷേപ സംഗമങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിവർത്തന നിരക്ക് രേഖപ്പെടുത്തിയാണ് ഈ IKGSന്റെ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. നിർമ്മാണം ആരംഭിക്കുന്ന പദ്ധതികൾക്കായി മറ്റ് ഭരണപരമായ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 449 സ്ഥാപനങ്ങളിൽ നിന്നായി 1.8 ലക്ഷം കോടി രൂപയുടെ താല്പര്യപത്രങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ടൂറിസം, IT, ഭക്ഷ്യസംസ്കരണം, ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ്, മര അധിഷ്ഠിത വ്യവസായങ്ങൾ, ഹെൽത്ത് കെയർ തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഇതിനോടകം കേരളത്തിലേക്ക് നിക്ഷേപം വന്നിട്ടുള്ളത്. ഈ മേഖലയിൽപ്പെട്ട 100 പദ്ധതികളാണ് ഇപ്പോൾ നിർമ്മാണം പല ഘട്ടങ്ങളിലായി ആരംഭിച്ചിരിക്കുന്നത്. ഇടത് സർക്കാർ 3ാം വട്ട ഭരണം കൊണ്ടുവരുമോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇടത് സർക്കാർ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ 2ാം ടൈമിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതികളൊക്കെ വിജയകരമായി മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.